വെൽക്കം സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ATPയുടെ തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഫസ്റ്റ് വൺ സെലക്ഷൻ ആൻഡ് ഐട്രേഷൻ യൂസിങ് പൈത്തൺ ആണ്. സോ നമുക്ക് ഡിസ്ക്രൈബ് ദ വേരിയസ് സെലക്ഷൻ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ പൈത്തൺ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അത് നോക്കിയിട്ട് പോവുക. പിന്നെ അതുപോലെ എലിഫ്, ഫോർ ലൂപ്പ്, റേഞ്ച്, വൈൽ ലൂപ്പ്, റൈറ്റ് എ പ്രോഗ്രാം ടു ക്രിയേറ്റ് അപ്പ് ആൻഡ് റിമൂവ് ലിസ്റ്റ് ഇൻ പൈത്തൺ യൂസിങ് നംപൈ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ അതുപോലെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇഫ് ആൻഡ് എലിഫ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ പൈത്തൺ, എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് ദ എൽസ് ക്ലോസ് ഇൻ ഇഫ് എൽസ് എൽസ് സ്ട്രക്ചർ, പിന്നെ വാട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ എ വൈൽ ലൂപ്പ് ആൻഡ് എ ഫോർ ലൂപ്പ് ഇൻ പൈത്തൺ, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് നെസ്റ്റഡ് ലൂപ്സ്. പിന്നെ പൈത്തണിൽ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഈക്വൽ ടു അങ്ങനെ പല ഓപ്പറേറ്റേഴ്സിന്റെ ഒക്കെ ഡിഫറൻസ് ചോദിക്കാം. പിന്നെ അതുപോലെ റേഞ്ച് ഫംഗ്ഷൻ എങ്ങനെയാണ് പൈത്തണിൽ വർക്ക് ചെയ്യുന്നത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ അടുത്ത ഡീകമ്പോസിഷൻ ആൻഡ് മോഡലൈസേഷൻ ആണ്. അപ്പോൾ ഡീകമ്പോസിഷന്റെയും മോഡലൈസേഷന്റെയും ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് പോകണം. പിന്നെ അതിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, എങ്ങനെയാണ് ഡീകമ്പോസിഷനും മോഡലൈസേഷനും വെച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്, മോഡലൈസേഷൻ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്താണെന്ന് നോക്കുക. പിന്നെ ഡിഫൈനിങ് ആൻഡ് യൂസിങ് ഫംഗ്ഷൻസ് ഇൻ പൈത്തൺ, ഫംഗ്ഷൻസ് വിത്ത് മൾട്ടിപ്പിൾ റിട്ടേൺ വാല്യൂസ്, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് പോവുക. അപ്പം തിയറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതുപോലെ തിയറിയും എക്സാമിൽ വരുന്ന തിയറിക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കണം. അതുകൊണ്ട് എല്ലാത്തിനും ഡെഫിനിഷൻസ് പഠിച്ചിട്ട് പോവുക. പിന്നെ റിഗേഷൻ ഒരു അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പം റിഗേഷനകത്ത് ഡെഫിനിഷൻ ചോദിക്കാം. പിന്നെ റിഗേഷൻ ഫോർ യൂസിങ് റീസൺ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. പിന്നെ കോൾ സ്റ്റാക്ക് എന്താണെന്നുള്ള ഡെഫിനിഷൻ ചോദിക്കാം. റിഗേഷൻ ആൻഡ് സ്റ്റാക്ക്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ, അവോയ്ഡിങ് സർക്കുലാരിറ്റി ഇൻ റിഗേഷൻ, ഹൗ ടു അവോയ്ഡ് സർക്കുലാരിറ്റി ഇൻ റിഗേഷൻ, അങ്ങനെ ഒരു ക്വസ്റ്റൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ കുറച്ച് സാമ്പിൾ പ്രോബ്ലംസ് ആണ്. ഫൈൻഡിങ് ദ nth ഫിബൊനാച്ചി നമ്പർ, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, ഫാക്ടോറിയൽ ഓഫ് എ പോസിറ്റീവ് ഇൻറ്റിജർ, ആഡിംഗ് ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ പോസിറ്റീവ് നമ്പർ. ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം. അപ്പം എല്ലാത്തിന്റെയും അൽഗോരിതം, സൂഡോകോഡും ഫ്ലോ ചാർട്ടും ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതാൻ പഠിച്ചിട്ട് പോകണം. അപ്പോൾ അൽഗോരിതം ഒക്കെ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് ആയിട്ട് എഴുതണം. സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും ഉണ്ടായിരിക്കണം. സൂഡോകോഡ് ആണെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോർമാറ്റിൽ എഴുതണം. ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോഴും അതിന്റെ ഷേപ്പ് ഒക്കെ തെറ്റി പോവാതെ കറക്റ്റ് ആയിട്ട് വരയ്ക്കണം. പിന്നെ മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4-നകത്ത് കമ്പ്യൂട്ടേഷണൽ അപ്രോച്ചസ് ടു പ്രോബ്ലം സോൾവിംഗ് വരുന്നുണ്ട്. അതിനകത്ത് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച്, ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച്, ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച്, ഗ്രീഡി അപ്രോച്ച്, റാൻഡമൈസേഷൻ അപ്രോച്ച്, അങ്ങനെ കുറേ അപ്രോച്ചസ് വരുന്നുണ്ട്. വാട്ട് ഈസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് ഇൻ പ്രോബ്ലം സോൾവിംഗ്. അതുപോലെ ഇൻ വാട്ട് സെനാറിയോസ് മൈറ്റ് എ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് ബി പർട്ടിക്കുലർലി യൂസ്ഫുൾ ഓർ നെസസറി. പിന്നെ എക്സ്പ്ലെയിൻ ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദ ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച്. ഹൗ ഡസ് ദ മെർജ് സോർട്ട് അൽഗോരിതം എക്സിംപ്ലിഫൈ ദ ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച്, അല്ലെങ്കിൽ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിംഗ് ദ ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച്. മെൻഷൻ ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ദ ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച്. പിന്നെ വാട്ട് ഈസ് ദ കീ ഐഡിയ ബിഹൈൻഡ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ഹൗ ഡസ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഡിഫർ ഫ്രം സിമ്പിൾ റിഗേഷൻ വെൻ സോൾവിംഗ് പ്രോബ്ലംസ് ലൈക്ക് ദ ഫിബൊനാച്ചി സീരീസ്. പിന്നെ ഡിസ്ക്രൈബ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ദ ഗ്രീഡി അൽഗോരിതം അപ്രോച്ച്. In the task completion example for greedy algorithm, what is the general strategy to maximize the number of completed tasks? How do greedy algorithms differ from dynamic programming in terms of decision making? What is the main idea behind the randomized approach in problem solving? പിന്നെ in the genes coupon example, how does randomization help in analyzing the expected outcome? In the context of randomized algorithm, what is mean by expected number or expected outcome? How does the hatch check party problem illustrate the concept of randomization problem solving? ആ ക്വസ്റ്റ്യൻ എന്തായാലും നോക്കിയിട്ട്